കുറച്ച് നടന്നപ്പോ തന്നെ പട്ടി കിടക്കുന്ന പോലെ കിടക്കിയ മക്കളെ. ഒരിക്കലും നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. തണുപ്പിന്റെ സുഖമുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. നടന്ന് ക്ഷീണിച്ച് കുഞ്ഞു തോളിൽ കയറിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു വാഗമൺ ട്രിപ്പ് പോകാൻ പോണം. ഫുൾ ഫാമിലി, ഫുൾ എൻജോയ്, ഫുൾ വൈബാണ്. അപ്പൊ ഞങ്ങൾ ഈ എൻജോയ്മെന്റിലേക്ക് നിങ്ങളെല്ലാവരും ഹാർദമായി സ്വാഗതം. നമ്മളെ വണ്ടിയിൽ ലഗേജ് വെക്കാൻ സ്ഥലമില്ല. കാരണം എല്ലാവരും വീട്ടിലുള്ള ഡ്രസ്സ് മൊത്തം എടുത്തോണ്ടിരിക്കുകയാണ് 2 ദിവസത്തിന് വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും ഇവിടെ നിന്നാണ്ട് തുടങ്ങാം എൻജോയ്മെന്റ്. എല്ലാവരും ഉഷാറാവുക. അപ്പൊ ഇതിന്റെ പറച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളവര് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഫൈനലി വാഗമണിൽ എത്തിയിരിക്കുകയാണ്. എടാ ഭയങ്കര തണുപ്പാടാ, കണ്ടില്ലേ ചുറ്റും കോടയാണ്. നമ്മൾ ആ ചൂടിലിനെ നമ്മൾ ഈ തണുപ്പിലേക്ക് എത്തിയപ്പോ എന്താ സുഖം എന്നറിയോ. അപ്പൊ ഇനി ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഒന്നല്ല, വേറെ നല്ല അടിപൊളി ഹോട്ടലാണ്. ഇനി നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആവണം, പുറത്തു പോകണം, ഒരുപാട് കാഴ്ചകൾ കാണണം. ഓക്കേ, നോക്കടാ എന്തൊരു കോട, എന്തൊരു ഭംഗിയല്ല ഇത് കാണാൻ വേണ്ടിട്ട്. സംഭവം നല്ല തണുപ്പാട്ടാ. നമുക്ക് ആ ചൂടത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു ഭയങ്കര ഫീലാ. പിന്നെന്ന് വെച്ചാല് തണുപ്പിന്റെ അസുഖമുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. നമ്മൾ കുറച്ച് തണുപ്പിന്റെ അസുഖമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വൈബ്, ഏതാ വൈബ്. നമ്മളെ സ്വഭാവം നമ്മളവിടെ പോയാൽ കാണിക്കും. പക്ഷെ പേരക്കാടാ, പഴുത്ത പേരക്ക. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തങ്ങൾപ്പാറയിലേക്ക് കയറാൻ പോവാണ്. അപ്പോ കുറച്ച് റിസ്കി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിസ്ക് എടുക്കണ്ടേ, ട്രിപ്പ് അല്ലേ. അപ്പൊ ഓക്കെ, വായോ. അപ്പൊ നമ്മളിത് തങ്ങൾപ്പാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല കാറ്റ് ഇപ്പൊ തന്നെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറുന്നതോറും ഭയങ്കര കാറ്റാവും എന്നാണ് പറയണത്. ഞാനൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കാം. ആ ഒരു കുന്നും ആ ഒരു തടാകം കൂടിയിട്ട് നമുക്ക് നല്ല ഭംഗി, എന്തൊരു വ്യൂ ആണ്. ഒരിക്കലും നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. എടാ കുറച്ച് നടന്നപ്പോ തന്നെ പട്ടി കിടക്കുന്ന പോലെ കിടക്കിയ മക്കളെ. ബാക്കി കയറി വരുമ്പോഴേക്കും എന്താ എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ തങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നെന്നും അങ്ങനെ അവിടെ തന്നെ വെച്ച് മരണപ്പെട്ടെന്നും അവിടെ തങ്ങളുടെ ഖബർസ്ഥാൻ ഉണ്ടാക്കിയെന്നാണ് വിശ്വാസം. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൽക്കണ്ടാണ് പ്രസാദമായിട്ട് കിട്ടുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വഴിപാടിട്ട ആ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഈ വലിയ മല കയറി വന്ന അവസാനം ഈ ഒരൊറ്റ ഉരുണ്ട പാറയാണ്. ആ പാറ നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഒരു വല്ലാത്ത അത്ഭുതം തോന്നും. ഈ പാറയുടെ താഴെ എപ്പോഴും വെള്ളം വരാറുണ്ടത്രേ. നമ്മൾ പോയ ഈ സമയം ഇത്രയും ചൂട് സമയം ആയതുകൊണ്ടാവും ഇപ്പൊ വെള്ളമൊന്നും വരുന്നില്ല. ഈ വെള്ളവും ഇവിടുത്തെ പ്രസാദമായിട്ട് കിട്ടാറുണ്ടത്രേ. അങ്ങനെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടത്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു അത്ഭുത കാഴ്ച സമ്മാനിച്ച തങ്ങൾപ്പാറയോട് വിട പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ താഴേക്കിറങ്ങി. ക്യാമറയ്ക്ക്
അടിപൊളി. അടുത്തത് നമ്മളെ പൈൻ ഫോറസ്റ്റിൽ പോവാണ് കേട്ടാ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതെ, ഹായ് പറഞ്ഞു. ഒരു ഹായ് പറയടാ, അവര് ഹായ് പറയടാ. അത് അവര് ഹായ് പറയുന്നുണ്ട്. കൗണ്ടറില് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പൊ അവര് ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, വാ നമുക്ക് പോവാം. രണ്ടാളും പൈൻ മരങ്ങൾക്കിടയിലൂടെ ഓടി ഡാൻസ് ഒക്കെ കളിക്കാൻ പോവാണ്. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് കുഞ്ഞു തോളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ തോളിൽ കയറ്റി കുഞ്ഞുവിനെ കൊണ്ട് പോവാണ്. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റുകളോടൊക്കെ യാത്ര പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനായ മൊട്ടക്കുന്നിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് മൊട്ടക്കുന്ന് കണ്ടാലോ? നട്ടുച്ച വെയില് ഞങ്ങൾ മൊട്ടക്കുന്ന് കയറാൻ പോവുകയാണ്. വെയിൽ കൊണ്ട് കരിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. മൊട്ട പോലെ ഒരു മൊട്ടക്കുന്നാണ് കേട്ടിട്ടുള്ളത്. ഈ എന്താ പറയാ, ഈ കുന്നിന്റെ മുകളിൽ ഒന്നും കാണാനില്ല, മരങ്ങളൊന്നും കാണാനില്ല. വെയിൽ കൊള്ളാനായിരിക്കും മിക്കവാറും നമ്മൾ കയറി പോണത്. പക്ഷെ സാറില്ല, എന്തായാലും വെയിലെങ്കിൽ വെയിൽ കൊള്ളല്ലേ, കാശലവാക്കിയതല്ലേ. ഗൈസ്, നമ്മള് ഒരു ഡാൻസ് റീൽ ചെയ്യാൻ പോവാണ്. പമ്പരം വേറെ, പട്ടം വേറെ. അതൊരു തെറ്റൊക്കെ പറ്റും, മാറ്റാനുള്ളതാ. സിപ്പ് ലൈൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു വന്നു നോക്കിയതാ. ഒരാൾക്ക് 400 രൂപയാണ്. പക്ഷെ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മള് ആ ലാസ്റ്റിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു വരണം. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഒട്ടും വറുത്തല്ല അത്. തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ വരാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതവിടെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ChatGPTയുടെ വാക്കും കേട്ടിട്ടേ ഒരു വലിയൊരു കൊടയൊക്കെ എടുത്തിട്ട് വന്നതാ. മഴ പെയ്യുന്ന പറഞ്ഞത്. പക്ഷെ സാറില്ല, ChatGPT പറഞ്ഞത് സംഭവം തെറ്റാണെങ്കിലും നമുക്ക് വെയിലത്തേ കുട ഉപകരിച്ചു. അപ്പൊ എന്തായാലും ഈ സമയത്തൊക്കെ വരുന്ന ഒരു കോട്ട എടുത്ത് വെച്ചോട്ടാ, നല്ലതാണ്. ഈ ഉച്ച സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ്, നല്ല ചൂടുണ്ട്. അത്യാവശ്യം നമ്മൾ നന്നായി ടയേർഡ് ആവുന്നുണ്ട് ഉച്ചയ്ക്ക്. നമ്മുടെ ഉച്ചയ്ക്ക് ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. പിന്നെ മീൽസ് ഉണ്ട്, ചിക്കൻ ബിരിയാണി. നല്ല ചൂടാണ്, ചൂടാ. നല്ല ചൂടാ. ഉയരം കൂടുന്നവരും ചായയുടെ രുചി കൂടുന്നല്ലേ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ഉയരത്തിൽ കയറി നോക്കാം, ചായക്ക് രുചി ഉണ്ടോന്ന് അറിയാം. നമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി സ്റ്റേ കട്ടപ്പനയിലാണ്. അപ്പോൾ പോണ വഴിക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടം കണ്ടപ്പോൾ കയറിയതാട്ടാ. തേയിലത്തോട്ടം കാണുമ്പോൾ നല്ല ഭംഗിയാണ്, ഫോട്ടോസൊക്കെ എടുക്കാം. അതുകൊണ്ടാണ്. എടാ, ചക്കരമത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ വിളിച്ചു വരുത്തിയിട്ടേ ഈ മുതൽ കാട്ടിത്തന്ന സാധനം അത്. സത്യം പറഞ്ഞത് എന്താ കായ നിൽക്കും അറിയൊന്നുമില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കട്ടപ്പനയിൽ എത്തിയിരിക്കണം. കട്ടപ്പനയിലെ ഋതിക് റോഷനെ കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ താമസിക്കാനുള്ള വില്ലയാണ്, 2 വില്ലുണ്ട്. നമ്മുടെ 5 ഫാമിലി. അപ്പൊ ഇനി നമ്മൾ ഈ വില്ലയിൽ കിടന്നാണ് ഇന്ന് ഫുൾ അർമ്മതിക്കുക. നമ്മൾ ഫുൾ ഓണാണ്, വൈബൊക്കെ നമ്മള് എല്ലാരും റൂമിലേക്ക് കയറാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ഇനി പൂളിലിറങ്ങാനുണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്. ഞങ്ങളൊന്ന് പൊളിക്കും, തകർക്കും. നമ്മളിന്ന് താമസിക്കുന്നതേ കട്ടപ്പനയിലെ ഹൈ റേഞ്ച് വില്ലാസിലാണ്. നല്ല അടിപൊളി വില്ലയാണ്. പൂളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്കൊരു റൂമിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണ പോലെ തന്നെ നമ്മൾ റൂം ടൂർ ചെയ്യാനുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ വന്നിട്ട് പൂളിൽ ഇറങ്ങി കുളിക്കാൻ പോവാം. ഒന്ന് കുളിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ. പെട്ടെന്ന് തിരിക്കുക.
എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളായിട്ടൊക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ട സന്തോഷത്തോടെ രാത്രിയിലെ ക്യാമ്പ് ഫയറും പാട്ടും കൂത്തും അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ചപ്പാത്തി നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങളൊക്കെ ഒന്നും കൂടി ശക്തിപ്പെടാനും വളർന്നു വരുന്ന നമ്മളുടെ മക്കൾക്ക് സ്വന്തം ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാനൊക്കെ കൂടിയുള്ള ഒരു അവസരം കൂടിയാവുന്നത്. എന്തായാലും ഇന്നത്തെ സുന്ദരമായ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുക. നാളെ ഇതിനേക്കാളും അതിസുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഡേ 2 വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യരുതേ. താങ്ക് യു.